അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് പെരട്ടാണ്. നമ്മുടെ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇത് എങ്ങനെയാ ചെയ്യുന്നത് കാണണ്ടേ? അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് നമ്മളൊരു 5 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചട്ടിക്കകത്ത് വെക്കുമ്പോൾ അടിപൊളി ഒരു ടേസ്റ്റ് അല്ലേ, എന്താ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ ചട്ടിക്കകത്ത് വെക്കുമ്പോഴത്തേക്ക് അപ്പൊ സവാളൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ്. നിങ്ങൾക്ക് എങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതേ ഉള്ളൂ. ഇഞ്ചിയും പച്ചമുളകിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇതും കൂടി നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ തക്കാളി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പച്ചമണം മാറുന്നതാണ്. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് മാത്രം. ഇനി നമ്മൾ ഇതിനകത്തോട് 4 മുട്ട 2ആയിട്ട് മുറിച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്ന് കുറുകി വരണം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഗ്ഗ് പെരട്ടാണ്. വേണ്ട നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആവണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് പെരട്ടോടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.